മിസാലു നദറുൽ ലഈഫി, ദുർബല മനുഷ്യര ചിന്ത, അവന്റെ ചിന്തന്റെ ഉദാഹരണം ഏതുപോലെ? ഇലാ ഹുസൂലി ലൗഇ ശംസി, സൂര്യന്റെ പ്രഭ കരസ്ഥമാകുന്നതിലേക്ക് ഒരു ദുർബലനായ മനുഷ്യന്റെ നോട്ടത്തിന്റെ ഉദാഹരണം. എന്തിന്റെ ഉടനെയാണ് ഈ സൂര്യപ്രഭ ഉണ്ടാവുക? അഖീബ തുലൂഇ ശംസി, കിഴക്ക് ഭാഗത്ത് നിന്ന് സൂര്യൻ ഉദിച്ചു. ഉദിച്ച ഉടനെ ആകെ വെളിച്ചം, സൂര്യന്റെ വെളിച്ചം. ആ ഒരു വെളിച്ചം ഉണ്ടാകുന്നതിലേക്ക് ആരും നോക്കി? ഒരു ദുർബല മനസ്സുള്ള ഒരാള്, അത്രയും ചിന്തിക്കാൻ കഴിയുള്ളൂ. അയാളെ നോട്ടത്തിന്റെ രൂപം എങ്ങനെയാ? അത് മിസാലു നംലത്തി, ഒരു ഉറുമ്പിന്റെ ഉദാഹരണം പോലെ വെക്കാം. എങ്ങനെയാ ഉറുമ്പ്? ലൗ ഖുലിഖ ലഹാ അഖ്ലുൻ, ഉറുമ്പിന് ബുദ്ധി ഇല്ലല്ലോ, വിവേക ബുദ്ധി ഒന്നുമില്ല. അപ്പൊ ഒരു ബുദ്ധി അങ്ങോട്ട് പടച്ചു കൊടുത്തു ഉറുമ്പിന്. ഉദാഹരണമായിട്ട് പറയാണ്, അങ്ങനെ കാനത്ത് അലാ സതി ഖിർതാസിൻ, കടലാസിന്റെ മുകളിൽ കൂടെ അങ്ങനെയാണ് സഞ്ചരിച്ചു ഉറുമ്പേ. വഹിയ, എത്തരത്തിൽ ആ ഉറുമ്പ് തന്നുറു, ആ ഉറുമ്പ് നോക്കുന്നുണ്ട് ഇലാ സവാദിൽ ഖത്തി, അവിടെ വരണ്ട്, ആ വരയുടെ കറുപ്പിലേക്ക് ഇങ്ങനെ നോക്കുകയാണ്. യതജദ്ദദു, അത് പുതുതായി വരുന്ന ഒരു വരകളായിട്ട് ഇങ്ങനെ നോക്കും. ആ വരകളുണ്ട് അതില്, ആ വരകൾ ഇങ്ങനെ കറുത്ത വരകളാണ്. ആ കറുത്ത വരകൾ ഇങ്ങനെ ഉറുമ്പിങ്ങനെ പോകുന്നതിനനുസരിച്ച് ആ ഉറുമ്പിന് പുതുതായി ഉണ്ടാകുന്ന വര. അങ്ങനെ പുതുതായി വരുന്ന ആ ഒരു വരകളിലേക്ക് ഉറുമ്പ് ഇങ്ങനെ നോക്കും. ആ നിരക്ക് ഇങ്ങനെ എന്താണ്, ഉറുമ്പ് ഇങ്ങനെ സഞ്ചരിക്കുന്നു അതിന്റെ മുകളിലൂടെ. അപ്പൊ തഅതഖിദു, അങ്ങനെ ആ ഉറുമ്പ് തനിക്ക് നൽകിയ ബുദ്ധി കൊണ്ട് വിശ്വസിക്കുകയാണ്, അന്നഹു, നിശ്ചയമായിട്ടും ഈ വര, ഈ കാണുന്ന കറുപ്പ് വര, അത് ഫഅലുൽ ഖലമി, അതൊരു പേനയുടെ പ്രവർത്തനമാണ്. ഇത് ചിന്തിക്കുന്നുള്ളൂ. വലാ തതറക്ക, ആ ഉറുമ്പ് കയറുന്നില്ല. ഫീ നളിഹ, ആ ഉറുമ്പിന്റെ നോട്ടത്തിലും ചിന്തയിലും, ഇലാ മുശഹത്തിൽ അസാബിഇ, ഈ പേന പൊടിച്ച് വിരലുകൾ വെച്ച് കാണുന്ന, വിരലുകൾ കൊണ്ടാണുള്ള പേന പിടിക്കുക, ആ പേന പിടിക്കുന്ന ആ വിരലുകളെ കാണുക എന്നതിലേക്ക് ആര് പോകുന്നില്ല? ഉറുമ്പിന്റെ ചിന്തയും നോട്ടവും പോകുന്നില്ല. സുമ്മ മിൻക, പിന്നെ ഉറുമ്പ് ചിന്തിക്കേണ്ടത് എന്താണ്? ആ വിരലുകളിൽ നിന്ന് ഇരലതി കയ്യിലേക്ക് പോകണം. കാരണം കൈ ഉണ്ടാവും, വിരലുണ്ടാവുമ്പോൾ കൈ ഉണ്ടാവും. അപ്പൊ കയ്യിലേക്ക് പോകണം, കേറി പോകണം. സുമ്മ മിന്ന, പിന്നെ ആ കൈകളിൽ നിന്നുള്ള ചിന്ത ഇരൽ ഇറാദത്തിൽ മുഹിരിക്കതിൽ യതി, കയ്യിനെ ചലിപ്പിക്കുന്ന ഒരു ഉദ്ദേശം അവിടെ വേണം. ആ ഉദ്ദേശത്തിലേക്ക് കയറണം, അത് കയറുന്നില്ല. സുമ്മ മിൻക, പിന്നെ ആ ഇറാദത്തുനിന്ന് കയറേണ്ടത് എടുക്കുക, ഇതിൽ കാത്തിബിൽ കാതിൽ മുരീരി, എഴുതാൻ കഴിവുള്ളവനായ ഉദ്ദേശിക്കുന്ന ഒരു എഴുത്തുകാരൻ, ആ എഴുത്തുകാരന്റെ അതിലേക്ക് ചിന്ത കയറണം. സുമ്മ മിൻഹു, പിന്നെ എഴുത്തുകാരന് ചിന്തിക്കേണ്ടത് എടുക്കുക, ഇലാ ഖാലിഖില്ലദി, കയ്യിനെ സൃഷ്ടിച്ച സൃഷ്ടാവിലേക്ക് കയറണം. വൽ ഖുദ്റത്തി, കൈവിനെ സൃഷ്ടിച്ച സൃഷ്ടാവുണ്ട്. വൽ ഇറാദത്തി, ചിന്ത. ഇങ്ങനെ ഉദ്ദേശത്തെയും കഴിവിനെയും കയ്യിനെയും സൃഷ്ടിച്ച സൃഷ്ടാവിലേക്ക് എത്തിപ്പെടണം അവസാനം. ഇങ്ങനൊരു ചിന്ത ഉറുമ്പിനുണ്ടാവോ? ഇല്ലല്ല. ഉറുമ്പ് കാണുന്ന എന്താണ്? കറുത്തൊരു വരയാണ്. ആ കറുത്ത വര മനസ്സിലാക്കുന്നത് എന്താ? ഒരു പേന കൊണ്ട് വരച്ചുണ്ടാക്കിയപ്പോ ഉണ്ടായ വരയാണ്. അവിടെ ചിന്തിക്കുന്നുള്ളൂ, അതിന്റെ അപ്പുറം ചിന്തിച്ചു പോകുന്നില്ല. കാരണം വിരല് കൊണ്ട് പേനയെ പിടിക്കണം, അപ്പൊ വിരല് കാണണം, അത് കാണുന്നില്ല. വിരലുണ്ടാകുമ്പോൾ എന്ത് വേണം? കൈ വേണം, കൈയിലേക്ക് കയറുന്നില്ല. കൈ ഉണ്ടായാൽ പോരാ, കൈയിനെ ചലിപ്പിക്കുവാനുള്ള മനസ്സിന് ഉദ്ദേശം വേണം, അങ്ങനെ ചലിപ്പിക്കണം. അങ്ങനെ കൈയിനെ ചലിപ്പിക്കുന്നു, ആ ചലനത്തിൽ നിന്ന് എവിടേക്ക് പോകണം? പിന്നെ ഇങ്ങനെയൊക്കെ കൈയും വിരലും ചലനമുള്ള ഒരാൾ, എഴുതുന്ന ഒരാൾ വേണം. ആ എഴുതുന്ന ആൾക്ക് ഉദ്ദേശം വേണം, എഴുത്തും വേണം, കഴിവും വേണം. ഇങ്ങനെയുള്ള ആളിലേക്ക് എത്താം. ആ ആളിന് പിന്നെ എവിടേക്ക് എത്തും? കയ്യിനെ സൃഷ്ടിച്ചു, കഴിവിനെ സൃഷ്ടിച്ചു, ഇറാദ് സൃഷ്ടിച്ചു, അങ്ങനെ സൃഷ്ടാവുണ്ട്, അവിടേക്ക് കയറി പോകണം. അങ്ങനെ ചിന്ത കയറുന്നില്ല ഉറുമ്പിന്. ആ ഉറുമ്പ് ചിന്തിക്കുന്നത് പോലെയാണ് സൂര്യന്റെ ഉടനെ ഉദിച്ച ഉടനെ സൂര്യന്റെ പ്രഭയുണ്ടാകുന്നു. സൂര്യൻ ആര് സൃഷ്ടിച്ചു? എവിടുന്നാണ്? അങ്ങോട്ട് ചിന്തിക്കണില്ല എന്നതുപോലെയാണ് ബുദ്ധിയില്ലാത്തവന്റെ ചിന്തയുടെ ഉദാഹരണം. വളരെ തത്വമായ സംഗതിയാണത്. കാരണം കേറി പോണ ചിന്തകന്മാർ ചിന്തിച്ച് കേറാറില്ല ഇങ്ങനെ. അപ്പോ ഖൽഖി, അധിക സൃഷ്ടികളുടെ നോട്ടം, മഖ്സൂറുൻ, അത് ചുരുക്കപ്പെട്ടതാണ്, അൽ അസ്ബാബിൽ ഖരീബത്തി സാഹില, താഴെ ഭാഗത്ത് നിൽക്കുന്ന, അടുത്ത് നിൽക്കുന്ന കാരണങ്ങൾ. മേലേക്ക് പോകാൻ താഴത്തെ തട്ടില്, താഴെ തട്ട് അടുത്ത് നിൽക്കുന്ന പല കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളെ മേലെ മാത്രം ചുരുങ്ങുകയാണ് അധികം ആളുകളും, അല്ലെ?
മഴ ഉണ്ടാകുമ്പോൾ എന്ന മഴ കാരണം അയവ നിൽക്കുന്നു, മഴ ആരും ചിന്തിക്കുന്നില്ല. സസ്യങ്ങൾ ധാന്യം ഉണ്ടാകുന്നു, ധാന്യം എങ്ങനെ ചിന്തിക്കുന്നില്ല, ആ ധാന്യത്തെ കുറിച്ച് ചിന്തിക്കുന്നില്ല. അവിടെ എന്ത് കിട്ടിയാൽ അത് മാത്രം ചിന്തിക്കുന്നു. അപ്പൊ സൂര്യൻ ഉണ്ടാകുമ്പോൾ വെളിച്ചുണ്ടായി, ഇത്രയും ചിന്തിക്കുന്നുള്ളൂ. ബുക്കിൽ വരണ്ടായി, കറുത്ത പേന കൊണ്ട് കറുത്ത വര വരച്ചു, അങ്ങനെ ഉണ്ടായി, അതിനപ്പുറം കയറുന്നില്ല. ഇങ്ങനെ അങ്ങ് കാരണങ്ങൾ, അടുത്ത കാരണം, താഴെ നിൽക്കുന്ന കാരണം ഏതോ അതിലേക്ക് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ഇത്തരം കാരണങ്ങളെ സൃഷ്ടിക്കുന്ന കാരണം ഉണ്ടാക്കുന്ന ഖാലിഖായ അല്ലാഹ്, അതിലേക്ക് ചിന്ത കയറുന്നേയില്ല, അവിടെ മുറിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് അഹദു അസ്ബാബിൻ നഹി അനിൻ നുജൂമി. ഇങ്ങനെ നക്ഷത്രം, ഈ നക്ഷത്രം ഉണ്ടാകുമ്പോഴാണ് മഴ അല്ലെങ്കിൽ സാധനങ്ങൾ ഉണ്ടാണ് എന്ന് ചിന്ത മാത്രമേ ഉള്ളൂ. നക്ഷത്രം കാരണം. പക്ഷെ നക്ഷത്രം ആര് സൃഷ്ടിച്ചു? ഇങ്ങനെ കാരണത്തിന് സൃഷ്ടിച്ച മുസബ്ബിബുണ്ട്, അവിടേക്ക് പോകുന്നില്ല. അപ്പൊ ഇത്തരം കാരണങ്ങൾ വെച്ച് നോക്കുമ്പോൾ നുജൂമിനെ കുറിച്ചുള്ള ആ തടയാള കാരണം ഇത് തന്നെയാണ്, ഇതിന് മാത്രം നിൽക്കുകയാണ്. അപ്പൊ കാരണം പലതുമുണ്ട്, അതിൽപ്പെട്ട ഒരു കാരണമാണ് ഒന്ന്. ആ രണ്ട് ഇനി താനീഹ, ഇനി രണ്ടാമത്തത് എന്താ? രണ്ടാമത്തെ ഓഹരി അത് അന്ന അഹ്കാമൻ നുജൂമി, നക്ഷത്രങ്ങൾ. ആ നക്ഷത്രങ്ങളിൽ ഉണ്ടാകുന്നതായ ഒരു വിധികളുണ്ട്. അതൊക്കെ തെഹ്മീനാണ്, യഖീനല്ല, നിഗമനേ ഉള്ളൂ. തെഹ്മീനും മഅലുൻ, തനിച്ചൊരു നിഗമനം. ലൈസ യുദ്റകു ബി ഹഖി അഹാദിൽ അസ്ഹാസി, വ്യക്തികളിൽ ഓരോ ആളുകളുടെയും ഹക്കിൽ അതിനെ മനസ്സിലാക്കപ്പെടാൻ കഴിയില്ല. അങ്ങനെ മനസ്സിലാക്കപ്പെടാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു തെഹ്മീൻ, ലാ യഖീനും വലാ വന്നൻ. ആ തെഹ്മീൻ എന്താവുന്ന യഖീനെയോ ഒരു ധാരണയെയോ എന്താവുകയില്ല, മനസ്സിലാക്കി തരൂല. അപ്പൊ ലൈസ യുദിരിക്കൂ, ലൈസ യുദിരിക്കൂ എങ്ങനത്തെ തെഹ്മീൻ? ലൈസ യുദിരിക്കൂ, അത് മനസ്സിലാക്കി തരുന്നില്ല. ഈ ഹഖി അഹാദിൽ അസ്ഹാസി, വ്യക്തികളിൽ ഓരോരുത്തരുടെയും ഹക്കിൽ ലാ യഖീനും ഉറപ്പിനെയോ വലാ വന്നൻ ധാരണയെയോ അതെന്താകുന്നില്ല, മനസ്സിലാക്കി തരാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു നിഗമനം മാത്രമേ ഉള്ളൂ നക്ഷത്രത്തിന്റെ വിധികൾ എന്നാണ് രണ്ടാമത് പറയാനുള്ളത്. പൽ ഹുക്കുമു ബിഹി, അപ്പോൾ പിന്നെ ഈ നക്ഷത്രങ്ങളുടെ വിധി ഹുക്കുമുൻ ബിജഹിലിൻ, അത് വിവരമില്ലായ്മ കൊണ്ടുള്ള വിധിയാണ്. അങ്ങനെ വരുമ്പോൾ വയഖൂനു ദമ്മുഹു അലാ ഹാദാ, ഇതനുസരിച്ച് വരുമ്പോൾ ആ വിധി മോശമാണ്. അലാ ഹാദാ, ഇതേ കാഴ്ചപ്പാടനുസരിച്ച്. മിന്നൈസ് ഇന്നഹു ജഹിലുൻ, അതൊരു വിവരക്കേടല്ലേ, അപ്പൊ വിവരക്കേടാണ് എന്ന ഭാഗത്തിൽ കൂടെ ഇങ്ങനെയുള്ള വിധി മോശമായിട്ട് വരും. ലാമിൻ ഹയസ് ഇന്നഹു ഇൽമുൻ, ഇതിനെക്കുറിച്ചുള്ളൊരു അറിവുണ്ട്, നുജൂമിനെ കുറിച്ചുള്ള പഠനം ഒരു അറിവാണ്. അറിവ് എന്ന ഐസത്തിൽ കൂടെയല്ല, ഇതാണ് ജഗത് കൊണ്ട് വിധിച്ചു. ആ നിലക്ക് നോക്കുമ്പോൾ ഈ ഇൽമു മോശമാണ് എന്നർത്ഥം. വലക്കത് കാരണതാലിക്ക്, എന്താ അങ്ങനെ പറയാൻ കാരണം? ഇൽമ് എന്നുള്ള നിലക്ക് മോശമല്ല എന്ന് പറയാൻ കാരണം വലക്കത് കാരണതാലിക്ക, ഈ പറയുന്ന നുജൂമിന്റെ വിധികളൊക്കെ മുഅ്ജിസത്തല്ലി ഇദ്രീസ് അലൈഹിസ്സലാം, ബഹുമാനപ്പെട്ട ഇദ്രീസ് നബി അലൈഹിസ്സലാം മുഅ്ജിസത്ത് ഉണ്ടായിട്ടുണ്ട്, അതുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇപ്പൊ ഇൽമുനിലേക്ക് മോശമല്ല എന്ന് പറഞ്ഞത്. ഫീമായുഹിക്ക, ഹിക്കാത് ചെയ്യപ്പെടുന്നത് അങ്ങനെ കാണുന്നുണ്ട്. വഖദിൻദറസ, അങ്ങനെ തേഞ്ഞു മാഞ്ഞുപോയി. വൻമഹ, തേഞ്ഞു മാഞ്ഞുപോയി. താരിക്കൽ ഇൽമു, ആ ഇൽമ്. വൻമഹഖ, അതെന്തായി പറ്റ ഇല്ലാതെയായിപ്പോയി, ഇവിടെ കാണാനില്ല, തേഞ്ഞു മാഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സംശയം, ജ്യോതിശാസ്ത്രം പറയുന്ന നക്ഷത്ര ഫലം പറയുന്ന ആള് അയാൾ പറയുന്നത് പോലെ തന്നെ യഥാർത്ഥമായി യോജിച്ചു വരുന്ന ഒന്നോന്നാ. അങ്ങനെ ഉണ്ടല്ലോ, കാലാവസ്ഥ നിരീക്ഷകന്മാരും ഒക്കെ സാധാരണക്കാര് പറയലുണ്ട്, അത് യോജിച്ചു വരുന്നുണ്ടല്ലോ ഒരു പ്രവാചകന്മാരായിട്ട്. അത് യഥാർത്ഥമായിട്ടാണോ? അല്ല, സംഭവം യഥാർത്ഥം സംഭവിക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ ജ്യോതിശാസ്ത്രജ്ഞന്മാർ പറയുമ്പോൾ അതിൽ യാഥാർത്ഥ്യമായിട്ട് സംഭവിച്ചു വരുന്ന യോജിച്ചു വരുന്ന ഒന്ന് അലാ നുദൂരിൻ, അത് അപൂർവങ്ങളിൽ അപൂർവമായിട്ടേ വരുള്ളൂ. പോവ ഇത്തിഫാഖുൻ, അതങ്ങനെ യോജിച്ചു വന്നതേ പറയാൻ പറ്റുള്ളൂ, അല്ല ഉറപ്പുണ്ടൊന്നും അല്ല. കാരണം എന്താ അങ്ങനെ യോജിച്ചു വരുന്നു? അത് യഥാർത്ഥമായതെന്തുകൊണ്ടാ? ഈ അന്നഹോ, ഈ മുനജ്ജിമ് കത് എത്തനോ, ചിലപ്പോൾ അയാൾ വെളിപ്പെടും, മനസ്സിലാക്കും. അലാബാദിൽ അസ്ബാബി, എല്ലാ കാരണക്കാരിയുടെ ചില കാരണങ്ങൾ. എത്തരത്തിൽ ആ അസ്ബാബ് ഉണ്ടായാൽ അത് കാരണമായി ഉണ്ടാകേണ്ട മുസബ്ബബ് ഉണ്ടാകൂല.
ഇല്ല ബഅദ ശുറൂത്തിൻ കസീറത്തിൻ, ഒരുപാട് നിബന്ധനകളുണ്ട്. ആ നിബന്ധനകളെല്ലാം ഉണ്ടായതിന്റെ ശേഷമല്ലാതെ അതുണ്ടാവില്ല. അങ്ങനെ വരാമല്ലോ. ലൈസ ബി ഖുദ്റത്തിൽ ബശർ, മനുഷ്യന്റെ കഴിവിൽ പെട്ടതല്ലല്ലോ അൽ ഇത്തിലാഉ അലാ ഹഖായിഖിഹ, ഈ അസ്ബാബുകളുടെ യഥാർത്ഥങ്ങൾ എന്ത്, അതിന്റെ ഹഖീഖത്തുകൾ എന്ത്, അതിന്റെ സത്യങ്ങൾ എന്ത് എന്നതിന്റെ മേൽ വെളിപ്പെടൽ മനുഷ്യ കഴിവിൽപ്പെട്ടതൊന്നുമല്ല. അതൊക്കെ അല്ലാഹു തആല തീരുമാനിക്കുന്ന ഒന്നല്ലേ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ചില കാരണങ്ങൾ, ബാക്കിയുള്ള കാരണമുണ്ട്, അത്തരം സംഭവങ്ങളെ അല്ല കണക്കാക്കി വെച്ചു. അങ്ങനെ കണക്കാക്കി വെച്ചത് യോജിച്ചു വന്നാൽ വഖഅത്തിൽ ഇസാബത്തു, അപ്പൊ അതിന്റെ യഥാർത്ഥത്തോടെ യോജിച്ചു വന്നു സംഭവിച്ചു എന്നുള്ളൂ. അപ്പൊ ഈ മഴ പെയ്യും, മുനച്ചിമായ ആള് പറയാണ് എന്നെ സംഭവിക്കും, അതിന് ചില കാരണങ്ങൾ അയാൾ നോക്കിയിട്ടുമുണ്ട്. അങ്ങനെ കാരണങ്ങൾ യോജിച്ചു വന്നപ്പോൾ അതുണ്ടായി. അതുണ്ടാവുള്ള കാരണം എന്താ? അല്ലാഹു തആല അങ്ങനെയുള്ള കാരണങ്ങൾ അവിടെ വെച്ചു. അങ്ങനെ വെച്ചപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ യാഥാർത്ഥ്യം സംഭവിച്ചു. അങ്ങനെ സംഭവിച്ചു വന്നതൊരു മുനജ്ജിമിന്റെ വാക്കുകൊണ്ടല്ല, അയാൾ കാരണങ്ങൾ നോക്കി അങ്ങനെ പറഞ്ഞു. സാന്ദർഭികമായി അത് അള്ളാഹുവിന്റെ തീരുമാനമായി യോജിച്ച് അങ്ങനെ വന്നപ്പോൾ സംഭവിച്ചു ഒന്നാണ്, അല്ല അയാളെ കുതിർത്തിപ്പെട്ടതല്ല ഒന്നും. വഇല്ലം യഖ്ദുർ, അങ്ങനെ അല്ല കണക്കാക്കിയിട്ടില്ല എന്ന് വെച്ചാൽ ഇയാൾ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും ആ കാരണങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടും മുസബ്ബബ് ഇവിടെ കാണുന്നില്ല. അങ്ങനെ കാണാത്തുമ്പോൾ എന്തായി മനസ്സിലാക്കാനുള്ളത്? അല്ല കണക്കാക്കിയ പോലെ വഇല്ലം യുഖദ്ദിർ എന്നല്ല, അല്ല കണക്കാക്കിയിട്ടില്ലെങ്കിൽ അഖ്തഅ, ഈ പറഞ്ഞാൽ പേക്കും. അങ്ങനെ പേക്കുന്നുണ്ടല്ലോ കാലാവസ്ഥ നിരീക്ഷകന്മാർ. എത്രയോ ആൾക്കാർ എന്തൊക്കെ പ്രവചിക്കുന്നുണ്ട്. ചിലത് യഥാർത്ഥമാകും, അത് അള്ളാന്റെ കണക്ക് അങ്ങനെ വന്ന് ചോദിച്ചൊന്നേ ഉള്ളൂ. കൂടുതലും യഥാർത്ഥത്തിൽ വരാത്തതാണ്. അള്ളാഹ് അങ്ങനെ കണക്കാക്കിയിട്ടില്ല, അപ്പൊ സംഭവിക്കൂല. മഴ പെയ്യൂല, ബല പറയുന്ന ശക്തമായ മഴ പെയ്യുന്ന പറയും, ചിലപ്പോ പെയ്യൂല. അള്ളാഹ് കണക്കാക്കിയിട്ടില്ല, അപ്പല വാക്ക് വെറുതെയാവും. ഞാൻ പെയ്യെന്ന് പറഞ്ഞ് കാരണങ്ങളെല്ലാം ഒത്തുകിട്ടിയപ്പോൾ ശക്തമായ ഇടിയും മഴയും കാറ്റൊക്കെ വരുന്നുണ്ട്, അത് സംഭവിക്കുന്നുണ്ട്. അത് അസാധാരണമായി സംഭവിച്ചതാണ്. ആ കാരണം ഒത്തു വന്നപ്പോ അങ്ങനെ ഉണ്ടാവുന്ന അള്ള തീരുമാനിച്ചു. ആ തീരുമാനത്തിൽ യോജിച്ചു വന്നപ്പോ സംഭവിച്ചു എന്നേ ഉള്ളൂ. അല്ലാതെ മുനജ്ജിമിന് അതിനുമായിട്ടുള്ള യഖീനൊന്നും അവിടെ കിട്ടിയിട്ടല്ല എന്ന് മനസ്സിലാക്കി. അപ്പൊ യഖൂനു ദാലിക, അങ്ങനെ മുനജ്ജിം പറയുന്ന ഈ സംഭവങ്ങൾ തഖ്മീൽ ഇൻസാൻ, അങ്ങനെ മനുഷ്യന്റെ നിഗമനം പോലെ ആകാലപ്പതൊക്കെ എന്നീ വിഷയത്ത് ഈ അന്നസമാ, നിശ്ചയമായിട്ടും എന്താകും? ആകാശം തുംതുൽയൗമ, ഇന്ന് മഴയെ വർഷിപ്പിക്കും. അപ്പോ മഹ്മാർ അൽ ഗൈമ, അവൻ ആകാശ ലോകത്തേക്ക് നോക്കുമ്പം മേഘത്തെ കണ്ടു. യജിത്തമിയോ, അതെല്ലാം സമ്മേളിച്ച് ഒരുമിച്ച് കൂടി വരുന്നത് കണ്ടു. ജിബാലി, എന്നിട്ട് പർവ്വതത്തിലൂടെ അത് ഇളകി മറിഞ്ഞ് ഇറങ്ങി. ഇത് കണ്ടപ്പോൾ ഇയാൾ പറയുന്നു എന്ത്? അന്ന് മഴ പെയ്യെന്ന് പറഞ്ഞു. വയതഹറകുൽഅൻഹുബിദാലിക, അങ്ങനെ ആ ചിന്തകൾ, അതുമായുള്ള ആലോചനകൾ ഇങ്ങനെ ഇളകും. ഇങ്ങനെ ഇളകി വരുന്ന സമയം അതൊരു നിഗമനല്ലേ മനുഷ്യന്, അതൊന്നും യക്കീനില്ലല്ലോ. അങ്ങനെ ഇരിക്കെ ഉറുബമായി മന്നാറോ, ഒരു പക്ഷേ ആ പകലിനെ ചൂടാക്കപ്പെടും. ബിഷംസി, മേഘമൊക്കെ നീങ്ങിയിട്ട് സൂര്യൻ ഉദിക്കും. അപ്പൊ സൂര്യന്റെ ആ ചൂട് തട്ടുമ്പോ പകലാകെ വെളിച്ചമായി വരും, ചൂടായി നിൽക്കും. അങ്ങനെ മഴ വർഷിക്കില്ലല്ലോ. അങ്ങനെ മേഘം പോവുകയും ചെയ്യും. ചിലപ്പോ ഉറുബമായി ഖിലാഫി, ഈ പറഞ്ഞ നേരെ എതിര് സംഭവിക്കുകയും ചെയ്യാം. ഇതൊക്കെ വരുന്നത് എന്താണ്? അങ്ങനത്തെ ഒരു നിരീക്ഷണം നടത്തി തഖ്മീനാണ്. അതിലൊന്നും യാഥാർത്ഥ്യങ്ങളോ യക്കീനൊന്നും കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലാക്കാം. പിന്നെ മുജറദുൽ ഗൈബ്, വെറും ഒരു മേഘം ഉണ്ടാവാന്നുള്ളത് ലൈസ, അതല്ല കാഫിയൻ, മതിയാവുന്നതല്ലല്ലോ. മജിൽ മത്തരി, മഴ വരാൻ അത് മാത്രം പോരല്ലോ. മഴ വരാൻ മേഘം മാത്രം മതി, പോരാ. അങ്ങനെ ഇരിക്കുമ്പോ വഖിയത്തുൽ അസ്ബാബി, അപ്പോ മഴയുടെ വർഷിക്കാൻ മേഘം എന്ന് മാത്രമല്ല അവിടെ ഉള്ളത്, ബാക്കി പല കാരണങ്ങളുമുണ്ട്. ആ കാരണങ്ങൾ ലാ തുദ്റ, അതിനറിയപ്പെടുന്നില്ല. നമ്മളെന്ത് പറയും? അള്ള തീരുമാനിച്ച് മഴ നമ്മൾ പറയുള്ളൂ. അത് വരാനുള്ള കാരണം എന്തൊക്കെയെന്ന് മനുഷ്യൻ ചിന്തിച്ച് കിട്ടുന്നില്ല. മേഘമുള്ളത് കൊണ്ട് മാത്രം മഴ പെയ്തെന്ന് പറഞ്ഞാൽ ശരിയാകുകയില്ലല്ലോ. അപ്പൊ ഗദാലിക്ക, ഇതേപോലെ തന്നെ പറയാം തഖ്മീനുൽ മുല്ലാഹി, കപ്പിത്താന്റെ ഒരു നിഗമനം. അന്നസഫീനത്ത, നിശ്ചയമായിട്ടും കപ്പല് തെസ്ലമു, അത് രക്ഷപ്പെടും എന്ന് കപ്പിത്താൻ നിഗമനിച്ച് പറയാം. എന്താ കാരണം? എത്തിമാദൻ അലാമ അലിഫഹു, അദ്ദേഹത്തിനോട്, അതായത് അദ്ദേഹവുമായി എന്തൊക്കെ ഇണങ്ങിച്ചേർന്നോ ആ ഇണങ്ങിച്ചേർന്ന ആ ഒന്നിന്റെ മേൽ ചാരണം കൊണ്ടിട്ടാണ് പറയണത്. അത് അയാൾക്ക് ഇണങ്ങിച്ചേർന്ന ഒന്ന് ആദത്തിയായി, കപ്പൽ കാറ്റിലൂടെ സഞ്ചരിക്കുമല്ലോ,
അവന്റെ കാറ്റിന്റെ ഗതികളും അതിന്റെ വിഗതികളും അതിന്റെ നടപ്പും സഞ്ചാരമൊക്കെ മനസ്സിലാക്കാലോ. അങ്ങനെ കാര്യം സംഭവിക്കുന്നതായ ഒരു പതിവുണ്ട്. ആ ഒരു പതിവാണ് അയാൾ വെച്ചിട്ട് പറയുന്നത്, ഇന്ന് കപ്പൽ രക്ഷപ്പെടും, കൊടുങ്കാറ്റൊന്നും വരാനില്ലല്ലോ ഞാൻ നിരീക്ഷിച്ച് പറയുന്നുണ്ട്. അതൊരു നിഗമനമാണ്. ഒരു തിൽക്കർ റിയാഹി, എന്നാൽ ഇവിടെ കാറ്റുണ്ട്, ആ കാറ്റുകൾക്കുണ്ട് അസ്ബാബുൻ ഖഫിയ, നിഗൂഢമായി ആർക്കും അറിയാത്ത പല കാരണം അതിൽ കിടക്കുന്നുണ്ട്. ഹുവ ലാ യത്തരി അലൈഹ, ഈ കപ്പിത്താന് ആ നിഗൂഢമായി നിൽക്കുന്ന അവ്യക്തമായി നിൽക്കുന്ന കാരണങ്ങളുടെ മേലിൽ ആർക്ക് വെളിപ്പെടാൻ കഴിയുന്നില്ല, കപ്പിത്താന് വെളിപ്പെടാൻ കഴിയുന്നില്ല, നിഗമനേ ഉള്ളൂ. ഫതാറത്തൻ, അങ്ങനെ കപ്പിത്താൻ നിഗമനിച്ചെടുത്തത് യുസീബു ഫി തഖ്മീനിഹി, ചിലപ്പോൾ അയാൾ നിഗമനത്തിൽ അത് യാഥാർത്ഥ്യമായി സംഭവിച്ചേക്കാം. ഫതാറത്തൻ യുഖ്തിഉ, ചില സന്ദർഭത്തിൽ അത് പിഴച്ചേക്കാം. ഇങ്ങനെയൊക്കെ വരാമല്ലോ. ഇതിലൊക്കെ നിഗമനങ്ങൾ അയാൾക്കുള്ള യഖീനില്ലല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ഇതിനെ കുറിച്ച് പഠിച്ചു എന്ന് തെറ്റല്ല, ഇത് അറിഞ്ഞതും തെറ്റല്ല. ഇതിനെന്താ തെറ്റ്? ഇത് ശരിയാവാതിരിക്കാം, ശരിയാവാം. അപ്പൊ ഒരു യോജിപ്പില്ല. അങ്ങനെ വരുമ്പോൾ ഒരു ആദിയിലെത്തി ഇത്തരം കാരണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് യുംനഉൽ ഖൗലു അനിൽ നുജൂമി ഐദൻ. മുമ്പ് പറഞ്ഞതുപോലെ ഇത്തരം കാരണം വെച്ച് നോക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? നക്ഷത്രത്തിനെ കുറിച്ച് പറയുന്ന വാക്കുകളല്ലോ അത് തടയപ്പെടേണ്ടതാണ്. ഇന്ന നക്ഷത്രം ഉണ്ടായപ്പോൾ ഇന്നതുണ്ടായി, ഉണ്ടായിട്ടില്ലെങ്കിലോ അത് കളവല്ലേ? അപ്പൊ പറയുന്നത് ബുദ്ധിമുട്ടായി മാറൂലേ? അതിന്റെ മുൻപ് അതിന്റെ വേക്കിലാര് പ്രവർത്തിക്കുന്നു, അവിടേക്ക് ചിന്തിച്ചാൽ പ്രശ്നം തീരും. ഇനി രണ്ടാമത്തെ കാരണവും കഴിഞ്ഞു, അതിന് 2 ഓഹരി കഴിഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് എന്താണെന്നറിയാമോ? 3 കാരണങ്ങൾ വെച്ചിട്ടുണ്ട്. 3ഓ 4ഓ കാരണം പറഞ്ഞില്ലല്ലോ. 3 കാരണമാണ് ഈ ഇൽമു മോശമാവാണ്. 2 പറഞ്ഞു കഴിഞ്ഞു. അത് രണ്ടാമത്തെ 2 ഓഹരിയായിട്ട് നക്ഷത്രത്തെ വാദിച്ചു. ഖിസ്മുൻ ഹിസാബി എന്ന് പറഞ്ഞു വെച്ചു. ഈ രണ്ടാമത്തെ നുജൂമിന്റെ വിധികളാണെന്ന് പറഞ്ഞു. ആ വിധികളൊക്കെ പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പൊ നുജൂമിനോട് വിധിക്കാൻ കഴിയുമോ? ഇല്ലല്ലോ. ഇനി മൂന്നാമത്തെ നോക്കാം നമുക്ക്. സാലിസുക, കാരണങ്ങളിൽ മൂന്നാമത്തെ കാരണം അന്നഹു ലാ ഫായിദത ഫീഹി, ആ മൂന്നാമത്തെ കാരണത്തിലല്ല ആ ഇൽമിൽ ഒരു ഫലവുമില്ല എന്നേ പറയാനുള്ളൂ.